നമ്മളിന്ന് കാണാൻ പോകുന്നത് മാക്സ് ആൻഡ് ഹോൾ ദ വോൾ ബിറ്റ്വീൻ അസ് എന്ന് പറഞ്ഞ ഒരു ജർമ്മൻ സീരീസ് ആണ്. ഇതിന്റെ വൺ ലൈൻ എന്താണെന്ന് വെച്ചാൽ മാക്സ് ആൻഡ് ഹോൾ എന്നൊരു സ്കൂൾ, ആ ഒരു സ്കൂളിൽ പഠിക്കുന്ന എല്ലാവരും റിച്ച് കിഡോസ് ആണ്. അവിടോട്ടേക്ക് ഒരു സാധാരണ വീട്ടിലെ പെൺകുട്ടിയായിട്ടുള്ള റൂബി ബെൽ കടന്നു വരുന്നു. അവൾ അവിടെ പഠിക്കുന്നത് സ്കോളർഷിപ്പിന്റെ ബേസിലാണ്. അങ്ങനെ അവിടെ ചില സാഹചര്യം മൂലം അവിടുത്തെ അഹങ്കാരിയായിട്ടുള്ള ഒരു വിദ്യാർത്ഥി ജെയിംസ് ബഫോർട്ടിനെ ഇവൾ പരിചയപ്പെടേണ്ടി വരുന്നു. ആദ്യം ഇവർ രണ്ടുപേരും മീറ്റ് ചെയ്ത് കുറച്ച് ഉടക്കിലാണെങ്കിലും പോകെ പോകെ ഇവരുടെ ഇടയിലുള്ള പ്രശ്നങ്ങളെല്ലാം മാറുകയും ഇവര് ഒന്നാവുകയും ചെയ്യുന്നു. അവളില്ലെങ്കിൽ അവനില്ല, അവനില്ലെങ്കിൽ അവളില്ല, ആ ഒരു രീതിയിൽ ഇവർ രണ്ടുപേരും തമ്മിലുള്ള കാര്യങ്ങൾ ആയിത്തീരുന്നു. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ജെയിംസിന്റെ ഫാമിലിയിൽ ഉണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങളും സ്കൂളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും പിന്നീട് ഇവൾക്ക് ഇവളുടെ ഗോൾസിനെ ഫോക്കസ് ചെയ്യണം. സോ ആ ഒരു കാര്യങ്ങളെല്ലാം വരുമ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ ഇവർ തമ്മിൽ ഉണ്ടാകുന്നു. സോ ആ ഒരു സ്റ്റോറി പറഞ്ഞു പോകുന്ന ഒരു സീരീസ് ആണ് മാക്സ് ആൻഡ് ഹോൾ. ഇതിനകത്ത് ഏകദേശം 6 എപ്പിസോഡുകളാണ് വരുന്നത്. സീസൺ 1 റിലീസായി, സീസൺ 2 ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നമുക്ക് ജെയിംസിന്റെ റൂബിയുടെയും സ്റ്റോറിയിലോട്ട് പോകാം. എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ ജെയിംസ് ബഫോർട്ടിനെയാണ്. ജെയിംസ് തന്റെ കാമുകിയുടെ കൂടെ, കാമുകി എന്ന് പറയാൻ പറ്റത്തില്ല, ജസ്റ്റ് സിറ്റുവേഷൻഷിപ്പ് എന്ന് വേണം പറയാൻ, അങ്ങനെ അവളുമായിട്ട് ഒരു ഹുക്കപ്പ് ഒക്കെ കഴിഞ്ഞ് അവൻ കയറി കിടന്ന് ഇങ്ങനെ ഉറങ്ങിയായിരുന്നു. രാവിലെ 10:30 ആ ഒരു സമയത്തായിരുന്നു ജെയിംസിന്റെ ട്വിൻ സിസ്റ്റർ ആയിട്ടുള്ള ലിഡിയ ബഫോർട്ട് അങ്ങോട്ട് വിളിക്കുന്നത്. ജെയിംസ് നല്ല ഉറക്കത്തിലായിരുന്നു, അതുകൊണ്ട് ലിഡിയയുടെ ഫോണും എടുക്കാൻ വേണ്ടി പറ്റിയില്ല. അങ്ങനെ ഒരുവിധം ഇന്നലത്തേക്ക് കെട്ടെല്ലാം അടങ്ങി ജെയിംസ് അങ്ങോട്ടേക്ക് എണീറ്റ് വരുന്നു. അപ്പോഴേക്കും അവന്റെ 4 കൂട്ടുകാർ അവിടെ ഉണ്ടായിരുന്നു. ഇവന്റെ പേരാണ് കഷ്, അതിന്റെ അപ്പുറത്തുള്ളവന്റെ പേരാണ് ആലിസ്റ്റർ, പിന്നീട് ആ ബിയർ എല്ലാം ഒഴിച്ചുകൊണ്ടിരിക്കുന്ന അവന്റെ പേരാണ് സിറിൽ, പിന്നീട് ഇവൻ ഗ്രേ. അങ്ങനെ ഇവരവിടെ ഇരിക്കുന്ന സമയത്ത് ആലിസ്റ്ററും ഇവനും കൂടെ സ്വിമ്മിംഗ് പൂളിലോട്ട് ചാടുന്നുണ്ട്. അങ്ങനെ അവര് കുറച്ച് ഫണ്ണൊക്കെ അടിച്ച് അവിടെ ഇരിക്കുന്നു. ആ ഒരു ടൈമിലായിരുന്നു ലിഡിയ അങ്ങോട്ടേക്ക് വരുന്നത്, നമ്മുടെ ജെയിംസിന്റെ ട്വിൻ സിസ്റ്റർ. അവൾ അവിടോട്ട് കരഞ്ഞുകൊണ്ട് വരുമ്പോഴേക്കും ജെയിംസിന് അങ്ങ് പേടിയായി. എന്തുമായിരിക്കും ഇവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് വരുന്നത്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്നൊക്കെ വിചാരിച്ച് ജെയിംസ് ഇവളെടുത്ത് എന്താ പറ്റിയത് എന്നൊക്കെ ചോദിക്കുന്നു. ആ ഒരു രംഗങ്ങളെല്ലാം ഏകദേശം 4 മണിക്കൂറിന് മുമ്പാണ് കാണിക്കുന്നത്. ആ ഒരു ടൈമിലായിരുന്നു നമ്മുടെ കഥാനായികയായിട്ടുള്ള റൂബിയുടെ എൻട്രി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ റൂബി ബെല്ലിന് മാക്സ് ആൻഡ് ഹോളിൽ പഠിക്കാൻ കിട്ടിയത് ഒരു സ്കോളർഷിപ്പ് ബേസിലാണ്. കാരണം അവൾ അത്രയും നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. അവൾക്ക് ഏറ്റവും ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കാനാണ്. കാരണം അവിടെ പഠിച്ചാൽ ലോകത്ത് എവിടെ പോയാലും വാതില് അവളുടെ മുമ്പിൽ കൊട്ടി അടയ്ക്കപ്പെട്ടില്ല എന്നൊരു വിശ്വാസമാണ്. അത് വിശ്വാസമല്ല, അത് സത്യമാണ്. അങ്ങനെ അവൾ ബസ്സിൽ മാക്സ്റ്റണിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു സമയത്തായിരുന്നു അവളുടെ ക്ലാസ്സിലെ ഒരു ടീച്ചറായിട്ടുള്ള സട്ടിൽ അങ്ങോട്ടേക്ക് വരുന്നത്. മാക്സ്റ്റണിൽ പഠിക്കുന്ന പണച്ചാക്ക് പിള്ളേർ റൂട്ട് ഇവക്ക് ഭയങ്കര അഹങ്കാരമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇവളെല്ലാവരുടെ അടുത്തും നല്ല കൈൻഡ് ആയിരുന്നു. പിന്നീട് ഒരു ചിട്ടയായിട്ട് പോകുന്ന ഒരു കുട്ടിയായിരുന്നു. വീട്ടിൽ നിന്ന് സ്കൂളിൽ പോയി, സ്കൂളിൽ നിന്ന് വർക്കിന് പോയി, ഞാൻ വർക്കിൽ നിന്ന് വീട്ടിൽ പോയി, അങ്ങനെ ഒരു രീതിയിൽ ജീവിക്കുന്ന ഒരു പെങ്കൊച്ചാണ് ഇവള്. അങ്ങനെ ഒരു സമ്മർ ബ്രേക്ക് കഴിഞ്ഞിട്ടാണ് ഇവള് മാക്സിനിലോട്ട് പോകുന്നത്. അങ്ങനെ സട്ടിൽ എന്ന് പറഞ്ഞ ഒരു സാറിനെ കാണുന്നു. സട്ടിലിന്റെ അടുത്ത് ഇവൾ പറയുന്നുണ്ട് എന്റെ റെക്കമെൻഡേഷന്റെ കാര്യങ്ങളൊക്കെ എന്തായെന്ന്. എന്തോന്ന് വെച്ചാൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നമുക്കങ്ങനെ വെറുതെ കയറി പറ്റാൻ പറ്റത്തില്ല, നമുക്ക് ആരുടെയെങ്കിലും ഒരു റെക്കമെൻഡേഷൻ ലെറ്ററും കൂടെ വേണം. ആ ഒരു ടൈമിൽ ഓക്സ്ഫോർഡുകാർക്ക് നമ്മൾ റിജക്ട് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ആ ഒരു റെക്കമെൻഡേഷൻ ലെറ്റർ സട്ടിലിൻ്റെ നിന്ന് മേടിക്കണമെങ്കിൽ ഇവൾ ഏകദേശം ഓക്സ്ഫോർഡിന് വേണ്ടി വായിക്കേണ്ട ഏകദേശം 8 ബുക്സ് എങ്കിലും വായിച്ചു തീർക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തീർത്തു എന്ന് സട്ടിലിൻ്റെ അടുത്ത് പറയുന്നു. സട്ടിലിൻ്റെ ഏറ്റവും ഫേവറേറ്റ് സ്റ്റുഡൻ്റ് ആയിരുന്നു നമ്മുടെ റൂബി ബെൽ. അങ്ങനെ ദാണ്ടിത ഒരു റോൾസ് റോയ്സ് കാറിൽ നമ്മുടെ ലിഡിയ റൂബിയുടെ കാലിൽ വെള്ളം തെറിപ്പിച്ചിട്ട് മാക്സ്റ്റണിൽ വന്നിറങ്ങുന്നു. തുറന്ന വണ്ടിയുടെ ഡോറ് പോലും അടയ്ക്കാതാണ് ലിഡിയ പോകുന്നത്. അപ്പം എത്ര അഹങ്കാരമായിരിക്കും എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. ഞാൻ പറഞ്ഞല്ലോ, ലിഡിയയും ജെയിംസും ബഫോർട്ട് എന്ന് പറഞ്ഞൊരു ഫാമിലിയിലെ കുട്ടികളാണ്. ബഫോർട്ട് ഫാമിലി എന്ന് വെച്ചാൽ ഈ ബ്രാൻഡ്, ഫാഷൻ ആ ഒരു രംഗത്തൊക്കെ തിളങ്ങി നിൽക്കുന്ന ഒരു കമ്പനിയാണ്, അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് എന്ന രീതിയിൽ വേണമെങ്കിലും പറയാം. നമ്മുടെ ഇപ്പോഴത്തെ സാറ, കാൽവിൻ ക്ലൈൻ അങ്ങനെയുള്ള രീതിയിലൊക്കെ. ബ്രിട്ടീഷിലെ രാജകുടുംബങ്ങൾക്ക് വരെ എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കിങ് ചാൾസ് ആ ഒരു റോയൽ ഫാമിലീസിന് തന്നെ ഡ്രസ്സുകൾ കൊടുക്കുകയും അവരുടെ ഒരു ഡ്രസ്സ് ഡിസൈൻ ചെയ്യുകയും ആ ഒരു കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ബഫോർട്ട് എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. ബ്രിട്ടീഷ് റോയൽ ഫാമിലിയിലോട്ടൊക്കെ ആക്സസ് ഉള്ള ഒരു ബ്രാൻഡ് എന്നൊക്കെ പറയുമ്പോൾ അവരുടെ ആ ഒരു പവറും മണിയും എത്ര ആയിരിക്കും എന്ന് ചിന്തിക്കാവുന്നേ ഉള്ളൂ. അങ്ങനെ റൂബി ആണെങ്കിൽ ആരെയും മൈൻഡ് ചെയ്യാതെ അകത്തോട്ടേക്ക് കയറി പോകുന്നു. അതാണ് അവൾക്ക് വേണ്ടത്. ആരും ഇവളെ മൈൻഡ് ചെയ്യത്തില്ല, ഇവൾ ആരെയും മൈൻഡ് ചെയ്യത്തില്ല. എന്നിട്ട് അവൾക്ക് അവിടെ ഒരു നല്ലൊരു ഫ്രണ്ട് ഉണ്ട്, അവളുടെ പേരാണ് ലിൻ. മൈൻഡ് ചെയ്യാത്തതിന്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ റൂബിയും മറ്റുള്ള പിള്ളേരും തമ്മിലുള്ള ആ ഒരു സ്റ്റാറ്റസ് വ്യത്യാസമില്ലേ. റൂബി ആണെങ്കിൽ ഒരു സ്കോളർഷിപ്പ് ബേസിലാണ് ഇങ്ങോട്ട് വന്നത്. ബാക്കിയുള്ള പിള്ളേരെല്ലാം ഭയങ്കര പണച്ചാക്കുകളുടെ മക്കളും. ഇപ്പൊ തന്നെ ബ്രിട്ടീഷ് നൊബിലിറ്റി, പിന്നീട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കോച്ചിന്റെ മകൻ, ദെൻ ദുബായിലെ ഭരണാധികാരിയുടെ കസിൻ, അവരൊക്കെയാണ് ഈ ഒരു സ്കൂളിലൊക്കെ പഠിക്കുന്നത്. പിന്നീട് ഇവള് ലിന്നെ പറ്റി പറയുന്നു. ലിന്റെ പേരൻസ് അവരുടെ ബിസിനസ് കൊളാപ്സ് ആയതോടെ അവളുടെ അച്ഛനും അമ്മയും ഡിവോഴ്സായി 2 വഴിക്കാണ്. ഇവളിപ്പോൾ ഇവരുടെ അമ്മയുടെ കൂടാണ് താമസിക്കുന്നത്, ആര്, ലിന്നെ. അങ്ങനെ ഇവർ രണ്ടുപേരും സട്ടന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നു. അവിടെ മിക്കുള്ള സ്റ്റുഡൻസ് എല്ലാം ഉണ്ടായിരുന്നു, ഇൻക്ലൂഡിങ് നമ്മുടെ ജെയിംസിന്റെ ട്വിൻ സിസ്റ്റർ ആയിട്ടുള്ള ലിഡിയ ബഫോർട്ടും. സാർ കുറച്ച് ക്വസ്റ്റ്യൻസും അസൈൻമെന്റ്സും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നു. ഇവരെല്ലാം അത് എഴുതിയെടുക്കുന്നു, അത് കൊണ്ടുവരുന്നു. പിന്നീട് നമ്മുടെ റൂബി ഓരോരോ ക്വസ്റ്റ്യന് ആൻസർ പറയുന്നു. സോ ആ ഒരു രീതിയിലൊക്കെ പോകുന്നു കാര്യങ്ങളെല്ലാം. അങ്ങനെ രണ്ടുപേരും പുറത്തിറങ്ങിയ സമയത്ത് റൂബി പറയുന്നു, ലിൻ ഒരു കാര്യം പറഞ്ഞു, സഡൻ സാറിന്
ഈ ഒരു അസൈൻമെന്റ് കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഇവള് അങ്ങേര് നിൽക്കുന്ന ആ ഒരു ക്ലാസ്സിലോട്ടേക്ക് പോകുന്നു. ആ ഒരു ടൈമിൽ ഇവള് പോകുമ്പോൾ ഇവള് കാണുന്നത് മിസ്റ്റർ സട്ടനും ലിഡിയ ബഫോർട്ടും തമ്മിൽ കിസ് ചെയ്ത് ആ ഒരു ഇന്റിമേറ്റ് സീൻസ് ആണ്. ആക്ച്വലി മിസ്റ്റർ സട്ടനും ലിഡിയയും റിലേഷൻഷിപ്പിലായിരുന്നു. ആ ഒരു കാര്യം നമ്മുടെ റൂബിക്ക് അറിയില്ല. റൂബി ഇതെല്ലാം കണ്ട് ഇല്ല ടീച്ചേഴ്സ് വിത്ത് ബെനിഫിറ്റ്സ് അങ്ങനെയാണെന്ന രീതിയിൽ അവൾ തെറ്റിദ്ധരിക്കുന്നു. ഇത് കണ്ടപ്പോഴേക്കും ലിഡിയ ബഫോർട്ടിനും ഭയങ്കര പേടിയാവുന്നു. ആ ഒരു ടൈമിലാണ് ലിഡിയ നമ്മുടെ ജെയിംസിനെ കാണാൻ വേണ്ടി പോകുന്നത്. അതാണ് ഏകദേശം 4 മണിക്കൂറിൽ സംഭവിച്ച കാര്യങ്ങൾ. അങ്ങനെ മാക്സൺ ഹോൾ എന്ന ഹെഡിങ്ങും എഴുതി കാണിക്കുന്നു. അങ്ങനെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി നമ്മുടെ ജെയിംസ് യൂണിഫോം ഇട്ട് മാക്സണിലോട്ട് വരുന്നു റൂബിയെ കാണാൻ വേണ്ടി. ആ ഒരു ടൈമിൽ റൂബി ഇവന്റ് കമ്മിറ്റിയിൽ വർക്ക് ചെയ്യുകയായിരുന്നു. ഇവളാണ് ഇവന്റ് കമ്മിറ്റിയിലെ ഹെഡ്. അടുത്ത സെമസ്റ്ററിൽ അവളോട് പിള്ളേർ വരുമല്ലോ, സോ അവർക്ക് ഒരു വെൽക്കം പാർട്ടി അറേഞ്ച് ചെയ്യണം. സോ ആ ഒരു കാര്യങ്ങളെല്ലാം ഇവള് ഈ ഒരു കമ്മിറ്റിയിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എങ്ങനെ വേണം അറേഞ്ച് ചെയ്യണം, ഏത് DJ വിളിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. ആ ഒരു ടൈമിൽ അങ്ങോട്ടേക്ക് ജെയിംസ് വന്നിട്ട് ജെയിംസ് റൂബിയുടെ അടുത്ത് പറയുന്നു, എനിക്ക് നിന്നോട് തനിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്ന്. ഈ കാര്യങ്ങളായിരിക്കും എന്ന് റൂബിക്കും ഗസ് ഉണ്ടായിരുന്നു. അങ്ങനെ ജെയിംസ് റൂബിയെ വിളിച്ചുകൊണ്ട് ആ ഒരു മാക്സൺ ഹോളിലെ വേറൊരു റൂമിലോട്ട് പോവുകയും അവളുടെ അടുത്ത് നീ കണ്ട കാര്യങ്ങളൊന്നും ആരോടും പറയരുത് എന്നൊക്കെ പറയുകയും ചെയ്യുന്നു. ഇവൻ കുറച്ച് പറയുന്നത് അറഗൻ്റൊക്കെ ആയിട്ടാണ്. അങ്ങനെ പറയാതിരിക്കാൻ വേണ്ടി ഇവൾക്ക് കുറച്ച് ക്യാഷും ഇവൻ ഓഫർ ചെയ്യുന്നുണ്ട്. അവൾക്ക് ഈ ക്യാഷ് എല്ലാം കൊടുത്തിട്ടേക്കും അവളിങ്ങനെ അന്തം വിട്ട് നോക്കിക്കുന്നു. ഇവൻ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത്, എനിക്ക് എന്തിനാണ് ക്യാഷ് ചെയ്യുന്നത് എന്നൊക്കെ ഇവൾ വിചാരിക്കുന്നു. ആ ഒരു ടൈമിൽ ഇവൾക്ക് വീണ്ടും കുറച്ചും കൂടെ ക്യാഷ് വേണമെന്ന് വിചാരിച്ച് ജെയിംസ് ഇവൾക്ക് വീണ്ടും കുറച്ച് ക്യാഷ് കൊടുക്കുന്നു. പണം കൊണ്ട് നിനക്കൊന്നും വിലക്ക് മേടിക്കാൻ പറ്റില്ല എന്ന് ജെയിംസിന്റെ അടുത്ത് റൂബി പറഞ്ഞിട്ട് അവൻ കൊടുത്ത ക്യാഷ് കടലാസിന്റെ കൂട്ട് പറത്തി കളഞ്ഞിട്ട് അവൾ പോകുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് നമ്മുടെ റൂബി പാർട്ട് ടൈം ആയിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്യുന്നതാണ്. അവൾ അങ്ങനെയാണ് അവൾക്കുള്ള ക്യാഷ് എല്ലാം ഉണ്ടാക്കുന്നത്. പിന്നീട് അതിനുശേഷം അവൾ അവളുടെ വീട്ടിലോട്ടും പോകുന്നു. നമ്മുടെ റൂബിക്ക് ഒരു സിസ്റ്റർ ഉണ്ട്. അവളുടെ പേരാണ് എംബർ ബെൽ. എംബറിന് സ്വന്തമായിട്ട് ഒരു ബ്ലോഗ് ഒക്കെ ഉണ്ട്. പിന്നീട് അവൾ നല്ല തയ്യൽക്കാരിയാണ്. അവൾക്ക് ഏതൊരു ഡിസൈനുള്ള ഡ്രസ്സും തയ്ച്ചെടുക്കാൻ വേണ്ടി പറ്റും. അവള് ഫാഷൻ ഡിസൈനിങ് ആണ് അവളുടെ സ്കൂളിൽ ഫോക്കസ് ചെയ്യുന്നത്. അങ്ങനെ രണ്ടുപേരും വീട്ടിലോട്ടേക്ക് പോകുന്നു. വീട്ടിൽ ഇവർക്കൊരു അച്ഛനുണ്ട്. പുള്ളി വീൽ ചെയറിലാണ് ഇരിക്കുന്നത്. അരയ്ക്ക് താഴോട്ടുള്ള ഭാഗം പാരലൈസ്ഡ് ആണ്. പിന്നീട് അവരുടെ അമ്മയും കാണിക്കുന്നു. ഇവരുടെ അമ്മ കൊണ്ടുവരുന്ന ക്യാഷാണ് ഇവരുടെ വീട്ടിലെ പ്രധാന വരുമാനം. അത്രയും ബുദ്ധിമുട്ടിലൂടെ ഇവർ കടന്നു പോകുന്നത്. പക്ഷേ ഇവർ നല്ല ഹാപ്പിയാണ്. അങ്ങനെ അവൾ രാത്രി കിടക്കാൻ വേണ്ടി പോകുന്നു. അവൾക്ക് ഇന്ന് റെസ്റ്റോറൻറ്റിൽ നിന്ന് ക്യാഷ് ഇട്ടിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു ക്യാഷിലെ കുറച്ച് ഭാഗം അവളുടെ അച്ഛന് ഒരു നല്ല ഇലക്ട്രോണിക് വീൽ ചെയർ മേടിക്കാൻ വേണ്ടി കൂട്ടി വെക്കുന്നു. അങ്ങനെ പിറ്റേ ദിവസം ഇവൾ സ്കൂളിൽ പോവുകയും മിസ്റ്റർ സട്ടനെ കാണുകയും ചെയ്യുന്നു. മിസ്റ്റർ സട്ടൻ്റെ അടുത്ത് ഇവൾ കൊടുത്ത ഡോക്യുമെന്റ് തിരികെ മേടിക്കുന്നു. കാരണം എങ്ങാനും ലിഡിയയും ഇയാളും തമ്മിലുള്ള ബന്ധം പുറത്തായാൽ ഇവൾക്ക് കൊടുക്കുന്ന ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ വെറുതെ ആയി പോകും. കാരണം ഇയാളെ ആ ഒരു സ്കൂളിൽ നിന്ന് പുറത്താക്കും. പിന്നീട് ഇയാളിൽ നിന്ന് കിട്ടുന്ന ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ വർത്ത്ലെസ് ആണ്. അതുകൊണ്ട് ഇവൾ ആ ഒരു ഡോക്യുമെന്റ് മാത്രമേ മേടിക്കുന്നുള്ളൂ. പിന്നീട് മിസ്റ്റർ സഡന്റെ അടുത്ത് റൂബി പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള കാര്യങ്ങൾ ഞാൻ പുറത്തു പറയില്ല. കാരണം അത് രണ്ടും നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളിൽ ഞാൻ ഇടപെടില്ലെന്നും അത് ആരടുത്തും പോയി പറയില്ല എന്നും ഇവള് മിസ്റ്റർ സഡന്റെ അടുത്ത് പറയുന്നു. ഇതുകൊണ്ടൊക്കെ തന്നെ നമ്മുടെ റൂബി അവിടുത്തെ ഹെഡ് മാസ്റ്റർ ആയിട്ടുള്ള ലെക്സിംഗ്ടന്റെ നിന്ന് ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ മേടിക്കാൻ വേണ്ടി പോകുന്നു. സോ അങ്ങേരുടെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ പോകുന്ന സമയത്ത് ഇവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ലിന്ന് പറയുന്നു ലെക്സിംഗ്ടൺ അവിടെ ഒന്നും ഇല്ല എന്നും ഇന്ന് ലാക്രോസ് പ്ലെയേഴ്സിന്റെ ഒരു കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. സോ ആ ഒരു ഫീൽഡിൽ ഇദ്ദേഹം കാണുമെന്നും ലിന്ന് ഇവളോട് പറയുന്നു. സോ അങ്ങോട്ടേക്ക് റൂബി പോകുന്നു. ബട്ട് ആ ഒരു ടൈമിൽ ജെയിംസ് ഇവളെ പിടിച്ചു വലിച്ച് ഒരു റൂമിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ആ ഒരു ടൈമിൽ ജെയിംസ് റൂബിയുടെ അടുത്ത് പറയുന്നു, നീ ഒരിക്കലും ലിഡിയും സഡനും തമ്മിലുള്ള കാര്യങ്ങൾ പുറത്ത് പറയരുത്. നിനക്ക് എന്താണ് വേണ്ടത്, നിന്റെ പ്രൈസ് നീ എൻ്റെ അടുത്ത് പറ, ഞാൻ എത്ര വേണമെങ്കിലും നിനക്ക് തരാം എന്നൊക്കെ ജെയിംസ് ഇവളോട് പറയുന്നു. ഇവള് മിണ്ടാതെ അവിടെ നിൽക്കുന്നു. അപ്പോഴേക്കും ഇവള് മനസ്സിലാകുന്നു ഇവൾക്ക് പണമല്ല ആവശ്യം, ഇവൾക്ക് ചിലപ്പം അവനെ ആയിരിക്കും ആവശ്യം എന്ന് വെച്ചാൽ അവന്റെ ബോഡി മാത്രം. സോ ആ ഒരു ടൈമിൽ ഒരു ചെറിയ ഹുക്കപ്പിന് വേണ്ടി ഇവൻ റെഡി ആവുന്നു. ഇവള് പറയുന്നു, നീ ശരിക്കും ഒരു വൃത്തികെട്ടവൻ തന്നെ, നീ ദയവ് ചെയ്ത് എൻ്റെ അടുത്തോട്ട് വരരുത്, ഇതാണ് നീ എനിക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് റൂബി ജെയിംസിന്റെ അടുത്ത് പറയുന്നു. ഇപ്പം അവന്റെ ഭാഗത്തുനിന്ന് ആലോചിക്കുകയാണെങ്കിൽ ആര് വഴിയും ലിഡിയയുടെ ഒരു കാര്യം പുറത്തോട്ട് പോകരുത്. കാരണം അത് അവരുടെ ഫാമിലിയെ ആ ഒരു രീതിയിലായിരിക്കും ഇമ്പാക്ട് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് ജെയിംസ് ഇങ്ങനെയുള്ള രീതിയിൽ ഇവളുടെ സംസാരിക്കുന്നത്. പുറമെ ഒരാൾ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് അകമേ ആളുടെ കാര്യങ്ങളൊന്നും നമുക്കറിയില്ലല്ലോ. അങ്ങനെ നമ്മുടെ റൂബി ഓക്സ്ഫോർഡിലോട്ടുള്ള ലെറ്റർ ഓഫ് റെക്കമെൻഡേഷന് ലെക്സിംഗ്ടനെ കാണാൻ വേണ്ടി ആ ഒരു കോമ്പറ്റീഷൻ നടക്കുന്ന ഫീൽഡിലോട്ട് ചെല്ലുന്നു. അങ്ങനെ ആ ഒരു ടൈമിൽ ആ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ പോകുന്ന നമ്മുടെ മാക്സൺ ഹോളിന്റെ ടീം ഉണ്ടല്ലോ, ആ ടീമിന്റെ ക്യാപ്റ്റനാണ് നമ്മുടെ ജെയിംസ്. പിന്നീട് ജെയിംസിന്റെ ഫ്രണ്ട്സ് അതിനകത്തുണ്ട്, കെഷ്, ആലിസ്റ്റർ, ഗ്രേ, സിറിൽ എന്നിവരൊക്കെ. ആ ഒരു ടൈമിൽ ആലിസ്റ്ററിന്റെ അടുത്ത് നമ്മുടെ ജെയിംസ് പറയുന്നു, കഴിഞ്ഞ പ്രാവശ്യം നടന്നതിനെ തുടർന്ന് ഇപ്രാവശ്യം നീ റിവെഞ്ച് എടുക്കാനൊന്നും പോകരുത് എന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ഇവര് കോമ്പറ്റീഷൻ നടത്തിയ സമയത്ത് വേറെ സ്കൂളിൽ നിന്ന് വന്ന് ഇവരുടെ ലാക്രോസ് കോമ്പറ്റീഷനിൽ പങ്കെടുത്ത പ്ലെയേഴ്സ് നമ്മുടെ കെഷിന്റെ കൈ ഒടിച്ചിട്ടാണ് പോയത്. ആ ഒരു ദേഷ്യം ആലിസ്റ്ററിന്റെ മനസ്സിൽ ഇപ്പോഴും കിടപ്പുണ്ട്. അതാണ് ജെയിംസ് ഇടയ്ക്ക് വെച്ച് പറഞ്ഞത് ഇവന്റെ അടുത്ത്. അങ്ങനെ ഇവരെല്ലാവരും ഫീൽഡിലോട്ടേക്ക് ഇറങ്ങുന്നു. അങ്ങനെ ലക്രോസ് കോമ്പറ്റീഷനിൽ നമ്മുടെ മാക്സൺ ഹോളിന് പോയിന്റ്സ് കയറുന്നുണ്ട്. ലാസ്റ്റ് വെച്ചിട്ട് എന്തായാലും മാക്സൺ ഹോൾ ജയിക്കും എന്നൊരു രീതിയിലായി.
ആ ഒരു ടൈമിൽ ആലിസ്റ്റർ അപ്പുറത്തെ ടീമിലെ കെഷിന്റെ കൈ ഒടിച്ച ആ ഒരു പ്ലെയറിനെ അവന്റെ കാല് തട്ടി വീഴ്ത്തുകയും അവന്റെ കൈ ഒടിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടൊക്കെ തന്നെ ആലിസ്റ്റർ ആ ഒരു ടൈമിലേക്ക് കളിയിൽ നിന്ന് പുറത്താകുന്നു. അവിടോട്ടേക്ക് നമ്മുടെ റൂബിയും വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ ആലിസ്റ്ററിനെ നമ്മുടെ റൂബി പരിചയപ്പെടുന്നു. അപ്പോഴാണ് നമ്മുടെ ലെക്സിംഗ്ടൺ അങ്ങോട്ടേക്ക് നടന്നു പോകുന്നത് നമ്മുടെ റൂബി ശ്രദ്ധിക്കുന്നത്. അങ്ങനെ റൂബി ലെക്സിന്റെ അടുത്ത് ലെറ്റർ ഓഫ് റെക്കമെൻഡേഷന്റെ കാര്യങ്ങൾ പറയാൻ വേണ്ടി ചെല്ലുന്നു. അങ്ങനെ ലെക്സിംഗ്ടൺ ഇവളോട് പറയുന്നു, പുതിയ ജൂനിയേഴ്സ് വരികയാണല്ലോ, സോ അവർക്കുള്ള വെൽക്കം പാർട്ടി നീ നല്ല രീതിയിൽ തന്നെ ചെയ്യണം. അങ്ങനെ ചെയ്താൽ നിനക്ക് ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ തരാം എന്ന് ഇയാൾ അവളോട് പറയുന്നു. അങ്ങനെ പിന്നീട് വീണ്ടും ഇവള് ആലിസ്റ്ററിന്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി വരുന്നു. അങ്ങനെ ഇവർ ഓരോ സ്കൂളിലെ കാര്യങ്ങൾ സംസാരിച്ചിരിക്കുന്നു. ഇവള് ലിഡിയയുടെ കാര്യമൊന്നും ഇവന്റെ അടുത്ത് പറയുന്നില്ല. പക്ഷേ ഈ ഒരു കാര്യങ്ങൾ നമ്മുടെ ജെയിംസ് ശ്രദ്ധിക്കുന്നു. ജെയിംസിന് പേടിയാവുന്നു ഇനി ലിഡിയയുടെ കാര്യങ്ങളെങ്ങാനും ആലിസ്റ്ററിന്റെ അടുത്ത് ഇവള് പറയുമോ എന്നൊക്കെ. അങ്ങനെ ഏകദേശം ആ ഒരു കളിയെല്ലാം മാക്സൺ ഹോൾ ജയിക്കുന്നു. അങ്ങനെ പിന്നീട് അങ്ങോട്ടേക്ക് നമ്മുടെ ജെയിംസ് വന്നിട്ട് റൂബിയുടെ അടുത്ത് ചോദിക്കുന്നു, നീ എന്താണ് ആലിസ്റ്ററോട് സംസാരിച്ചത് എന്നൊക്കെ. ഞാൻ അവൻ്റെ അടുത്ത് ലിഡിയെ പറ്റിയുള്ള കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ടില്ല എന്ന് ജെയിംസിന്റെ അടുത്ത് റൂബി പറയുന്നു. നിന്റെ പ്ലാൻ എല്ലാം എന്തോന്ന് മനസ്സിലാവുന്നുണ്ട് എന്ന് ജെയിംസും റൂബിയുടെ അടുത്ത് തിരിച്ചു പറയുന്നു. പിന്നീട് അവൻ തുടർന്ന് പറയുന്നുണ്ട്, ഞങ്ങളെപ്പോലുള്ള ആളുകളൊന്നും നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നും നിങ്ങൾക്ക് അതിനുള്ള പണവും കണക്ഷൻസും പവറും ഒന്നുമില്ല എന്നൊക്കെ ഇവൻ കുറച്ച് റൂഡായിട്ട് അവളോട് സംസാരിക്കുന്നു. അവൾക്ക് ഇതെല്ലാം കേട്ട് വിഷമമായിട്ട് അവൾ അവിടുന്ന് അവളുടെ വീട്ടിലോട്ടേക്ക് പോകുന്നു. അങ്ങനെ ലിഡിയയും പിന്നീട് അവരുടെ കാർ ഓടിക്കുന്ന ഡ്രൈവറായിട്ടുള്ള പേഴ്സിയും അവിടെ ജെയിംസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അങ്ങനെ ജെയിംസും കൂടെ വന്നിട്ട് ഇവരുടെ വീട്ടിലോട്ടേക്ക് പോകുന്നു. ജെയിംസും ഡ്രൈവറായിട്ടുള്ള പേഴ്സിയും തമ്മിൽ നല്ല ബോണ്ടാണുള്ളത്. അവൻ ഇയാളുടെ അടുത്ത് അത്ര അറഗൻ്റൊന്നുമല്ല. അങ്ങനെ ലിഡിയയിലൂടെ റൂബിയാണ് ഈവന്റ് കമ്മിറ്റി ലീഡ് ചെയ്യുന്നതെന്നും അവരുടെ പുതിയ പ്ലാൻ എന്തോന്ന് വെച്ചാൽ പുതിയ ജൂനിയർ പിള്ളേർക്ക് ഒരു വെൽക്കം പാർട്ടി അറേഞ്ച് ചെയ്യുകയാണ് എന്നതും ജെയിംസ് അറിയുന്നു. അത് കൊളവാക്കിയിട്ട് തന്നെ കാര്യമെന്ന് ജെയിംസും വിചാരിക്കുന്നു. അങ്ങനെ രണ്ടുപേരും വീട്ടിലോട്ട് എത്തുകയും അവരുടെ അച്ഛനും അമ്മയും കാണുകയും ചെയ്യുന്നു. അങ്ങനെ സ്കൂളിലെ വിശേഷങ്ങളെല്ലാം അമ്മ ചോദിച്ചറിയുന്നു. ലിഡിയയുടെയും ജെയിംസിന്റെ അച്ഛനെ പറ്റി പറയുകയാണെങ്കിൽ ആളെപ്പോഴും ബിസിനസ്, റെപ്യൂട്ടേഷൻ, സ്റ്റാറ്റസ്, പണം ആ ഒരു രീതിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. ആൾക്ക് സ്നേഹം, ബന്ധം ആ ഒരു കാര്യങ്ങളെയൊക്കെ പറ്റി ആൾക്ക് അത്ര ചിന്തയോ അതിനെ അത്ര കരുതുകയോ അങ്ങനെയുള്ളതൊന്നുമില്ല. പക്ഷേ ഇവരുടെ അമ്മ നേരെ തിരിച്ചാണ്. എല്ലാം ഒരു ബാലൻസ്ഡായിട്ടാണ് പുള്ളിക്കാരി കൊണ്ടുപോകുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ ലിഡിയയ്ക്കും ജെയിംസിനും ഏറ്റവും കൂടുതൽ കാര്യം അവരുടെ രണ്ടുപേരുടെയും അമ്മയായിട്ടുള്ള കുട്ടികളുടെ അടുത്താണ്. അങ്ങനെ ഏകദേശം നമ്മുടെ റൂബി ആ ഒരു പാർട്ടി ഓർഗനൈസ് ചെയ്യുന്നു. ആദ്യമെല്ലാം വെല്ലായിട്ട് പോവുകയായിരുന്നു. ലെക്സിംഗ്ടണും ഈ പാർട്ടി ഞാൻ വിചാരിച്ചതിന്റെ കൂട്ടാണ്, നീ നല്ലതായിട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞു. ആ ഒരു ടൈമിന് ശേഷം അങ്ങോട്ടേക്ക് നമ്മുടെ ജെയിംസ് കുറച്ച് സ്ട്രിപ്പേഴ്സിനെ ക്യാഷ് കൊടുത്ത് കൊണ്ടുവരികയും അവർ ആ ഒരു പാർട്ടി ഫുള്ള് കുളവാക്കുകയും ചെയ്യുന്നു. ജെയിംസിനെയും റൂബിയെയും പ്രിൻസിപ്പൽ ഓഫീസിലോട്ട് വിളിച്ചിരിക്കുകയാണ്. ലെക്സിംഗ്ടൺ റൂബിയുടെ അടുത്ത് പറയുന്നു, നിനക്ക് നല്ലതായിട്ട് ഓർഗനൈസ് ചെയ്യാൻ അറിഞ്ഞൂടെ ഈ പാർട്ടി, അതുകൊണ്ട് തന്നെ ഓക്സ്ഫോർഡിലോട്ടുള്ള ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ ഞാൻ തരില്ല എന്നും ഇവളോട് പറയുന്നു. പിന്നീട് ജെയിംസിന്റെ അടുത്ത് പറയുന്നു, നീയാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം ഒപ്പിച്ചത് എന്നതിന് സോളിഡ് എവിഡൻസ് എന്റെ കയ്യിലുണ്ട്, ഇതുകൊണ്ടൊക്കെ തന്നെ നിന്നെ ലാക്രോസ് ടീമിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ട് എന്നും പറയുന്നു. ആ ഒരു ടൈമിൽ നമ്മുടെ റൂബി പറയുന്നുണ്ട്, അടുത്ത ഇവന്റ് ആയിട്ട് ഡോണർ ഗാല എന്നൊരു സംഭവം വരുന്നുണ്ട്. ആ ഒരു ടൈമിൽ നല്ല രീതിയിൽ തന്നെ അവൾ ഓർഗനൈസ് ചെയ്യാമെന്നും ആ ഒരു പാർട്ടി വെച്ചിട്ട് സാറിന് ആലോചിക്കാം എനിക്ക് ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ തരണോ എന്നൊക്കെ ഇവള് പറയുന്നുണ്ട്. അതിനേക്ക് തുടർന്ന് ലെക്സിംഗ്ടൺ പറയുന്നു, ജെയിംസിനെ വീണ്ടും ലാക്രോസ് ടീമിലോട്ട് എടുക്കണമെങ്കിൽ അടുത്തതായിട്ട് വരുന്ന ഡോണർ ഗാല റൂബിയുടെ കൂടെ നിന്ന് ഇവന്റ് കമ്മിറ്റിയിൽ ജോയിൻ ചെയ്തിട്ട് നല്ല രീതിയിൽ തന്നെ നിങ്ങൾ രണ്ടുപേരും അത് ഓർഗനൈസ് ചെയ്യണം എന്ന് പറയുന്നു. എന്നാലോ ഇനി നമ്മുടെ റൂബിക്ക് ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ കിട്ടുള്ളൂ, നമ്മുടെ ജെയിംസിന് ആ ഒരു ലാക്രോസ് ടീമിലോട്ട് വീണ്ടും കയറാൻ വേണ്ടി പറ്റത്തുള്ളൂ. പക്ഷേ രണ്ടുപേർക്കും ഈ ഒരു അഭിപ്രായം ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ എന്ത് ചെയ്യാൻ, രണ്ടുപേരുടെയും വിധി എന്ന് വിചാരിച്ച് രണ്ടുപേരും അവിടെ ഇരിക്കുന്നു. എന്ന് വെച്ചാൽ റൂബിക്ക് ജെയിംസിനെ കണ്ണിനും കണ്ണാടിക്കും ഇപ്പൊ കണ്ടുകൂടാതായി. പ്രിൻസിപ്പൽ ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ജെയിംസ് റൂബിയുടെ അടുത്ത് പറയുന്നു, നിന്നെ പോലുള്ള വ്യക്തിയുടെ ഒരു അണ്ടറിലൊന്നും എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് ജെയിംസ് റൂബിയുടെ അടുത്ത് പറയുന്നു. അതെന്താ, നീ ബഫോട്ട് ആയോണ്ടാണോ എന്ന് റൂബി ജെയിംസിനോട് ചോദിക്കുന്നു. നിനക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോ എന്ന് അവനും തിരിച്ചങ്ങോട്ട് ചോദിക്കുന്നു. അവള് പറയുന്നുണ്ട്, ഓക്സ്ഫോർഡിലോട്ടുള്ള എന്റെ ലെറ്റർ ഓഫ് റെക്കമെൻഡേഷനെ മുടക്കുന്ന ഒരു കാര്യങ്ങളും നീ ചെയ്യാൻ അനുവദിക്കില്ല എന്ന് ഇവള് അവനോട് പറയുന്നു. അങ്ങനെ രണ്ടുപേരുടെ ഉള്ളിലും രാപ്പകൽ വ്യത്യാസമാണ്. ആ ഒരു സീൻ കാണിച്ച് ഈ ഒരു എപ്പിസോഡും ഇവിടെ അവസാനിക്കുന്നു.